ഹായ് ഹലോ എല്ലാവർക്കും ലിസ്റ്റിച്ച് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ രാവിലത്തെ ഒരു ചെറിയ ഒരു പ്രകൃതി ഭംഗിയാണ് ഈ കാണുന്നത്. നിങ്ങൾ ഇവിടെ പുറകിലായിട്ട് കുറേ മരങ്ങളും ചെടികളും ഒക്കെ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽപ്പുണ്ട്. മഴയുടെ കാരണമായിരിക്കും. പിന്നെ എൻ്റെ കൂടെ എണീറ്റ് വരുന്ന ഒരാളാണ് ഇതാ ഈ കിടക്കുന്നത്, കണ്ടില്ലേ? നമ്മുടെ ബ്ലാക്കിക്ക് എപ്പോഴും വന്ന് മുകളിൽ ടെറസിൽ മഴ പെയ്ത് ഇങ്ങനെ തെന്നിയൊക്കെ ഇങ്ങനെ കിടക്കുവാണ്. പക്ഷെ ഇപ്പോൾ ഒന്ന് ഉണങ്ങി കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഇരിക്കണം ബ്ലാക്കിക്ക്. ഇത് വെറുതെ നമ്മൾ ഇന്നത്തെ ഒരു കാഴ്ച കാണിച്ചു എന്നുള്ളൂ. ഇന്ന് മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈസി സ്നാക്കാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഈസി സ്നാക്ക്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത്. അതിന് പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പൊട്ടറ്റോ നമുക്ക് ഗ്രേറ്റ് ചെയ്യാം. ചിലവർ പൊട്ടറ്റോ പുഴുങ്ങിയിട്ട് ഒന്ന് ജസ്റ്റ് ഉടച്ചെടുക്കും കേട്ടോ. ഞാനിത് ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ രണ്ടോ മൂന്നോ നാലോ പൊട്ടറ്റോ നമുക്ക് ഇതുപോലെ പുഴുങ്ങിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു നൂല് പരുവത്തിലെടുക്കണം. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത് സവോള, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പീസ് വേണമെങ്കിൽ ഇടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൽ ഇടാം. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ. ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ടതിന് ശേഷം മല്ലിയിലയോ കറിവേപ്പിലയോ നമുക്കിടാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു. മല്ലിയിലയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മല്ലിയില ഇല്ലാത്തതിനാൽ കറിവേപ്പില ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉപ്പ്, പിന്നെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. പൊടികളിൽ ഞാൻ ഇടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ നമുക്ക് ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഗരം മസാലപ്പൊടിയും ചേർക്കാം കേട്ടോ. മസാലകൾ നിങ്ങളുടെ ഇഷ്ടത്തിനും കണക്കിനും അനുസരിച്ച് നിങ്ങൾ ഇടുക. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. ഈ പൊട്ടറ്റോയിൽ കുറച്ച് വെള്ളം, നമ്മളിത് വേവിക്കാത്ത കാരണം വെള്ളം വാർന്നു വരും. ആ വെള്ളം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഒപ്പിയെടുത്ത് കളഞ്ഞിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാനായിട്ട് കേട്ടോ. നെക്സ്റ്റ് ഒരു പാത്രത്തിൽ മൈദ 2 കപ്പ് എടുക്കുക. 1 കപ്പ് റവ എടുക്കുക. അതിനുശേഷം കുറച്ച് ബേക്കിംഗ് പൗഡർ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന രൂപത്തിൽ കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ച് വെക്കേണ്ടത് കേട്ടോ. ഇത് കണ്ടില്ലേ, കുറച്ച് ലൂസാണ്. ഇതിങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ ഞെങ്ങുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ എടുത്തതിന് ശേഷം നമ്മളതൊന്ന് മാറ്റി കട്ട് ചെയ്തെടുക്കാം. ഒന്ന് റോൾ ചെയ്ത് കുറച്ച് ഓയിലൊക്കെ ചേർത്ത് ഒന്ന് ലൂസാക്കി നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. സോഫ്റ്റ് ആയതിനു ശേഷം നമ്മൾ ഇതുപോലെ 4 5 പീസസ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം റോളാക്കി വെക്കുക. ഇനി നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. ഈ രീതിയിൽ പരത്തിയെടുക്കുക. എത്ര തിന്നാക്കാൻ പറ്റുന്നോ അത്രയും തിന്നാക്കി നിങ്ങൾ ഓരോ ചപ്പാത്തി ഇതുപോലെ പരത്തിയെടുക്കുക കേട്ടോ. ഒരു ചപ്പാത്തിയായിട്ട് ഇങ്ങനെ പരത്തി മാറ്റി വയ്ക്കുക. ഇതുപോലെ ഞാൻ 4 ചപ്പാത്തി ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എണ്ണ തേച്ചതിന് ശേഷം ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് എണ്ണ തേച്ച് നമ്മൾ ഇതുപോലെ ചപ്പാത്തികൾ വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണേ. എന്നാലാണ് നമുക്ക് ആ ലെയർ ഭയങ്കര തിന്നായിട്ട് കിട്ടുള്ളൂ, ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈ തിൻ ലെയറൊക്കെ നമ്മൾ ഇതുപോലെ മാറ്റിയെടുത്ത് വെക്കുക. ഇപ്പം നന്നായിട്ട് തിന്നും റൗണ്ട് ഷേപ്പിലുമായിട്ടുണ്ട്. അങ്ങനെ എല്ലാ പണികൾക്ക് ശേഷവും ലാസ്റ്റ് സ്റ്റേജ് എത്തിയിരിക്കുന്നു. നമ്മളത് ഫ്രൈ ചെയ്ത് എടുക്കുക. പൊട്ടിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടേക്കുന്ന കാരണം പുഴുങ്ങിയല്ല ഇട്ടേക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം എടുത്തിട്ട് വേണം
ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അകത്തെല്ലാം വേവണമല്ലോ. പിന്നെ ഞാനൊരു സമൂസ ഷേപ്പിലും എടുത്തിട്ടുണ്ട്. ഇതൊരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ, നല്ലതായിട്ട് വിശപ്പ് മാറും. പിന്നെ ഇതിലുള്ള വെജിറ്റബിൾസും എല്ലാം കുട്ടികളാണെങ്കിലും ഇത് കഴിച്ചോളും. അപ്പം നല്ല ടേസ്റ്റിയാണ്, ഹെവിയാണ്, വിശക്കില്ല. നമുക്ക് സ്നാക്സിനൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടാം. നേരത്തെ ഇതൊക്കെ മിക്സൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് കൊടുത്ത് വിടുകയും ചെയ്യാം കേട്ടോ. അകത്തുനിന്ന് ദാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ ചീസ് നല്ലതായിട്ട് മെൽറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ചട്നി എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ചട്നിക്ക് പകരമായിട്ട് ഞാനിവിടെ തന്തൂരി മയോ പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു ഡിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റിയാണ്. തന്തൂരി മയോ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു. സമൂസ, സ്നാക്സ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ചീസ് റോൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ ഈ കോമ്പിനേഷൻ അടിപൊളി, പറഞ്ഞേക്കാനും വയ്യ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളൊരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് യാത്രയ്ക്ക് പോകുമ്പോഴും നമുക്ക് വേണമെങ്കിൽ ഇതുണ്ടാക്കി കൊണ്ടുപോകാൻ, ഒരു റോൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വയറെല്ലാം നിറയും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാനും ബുദ്ധിമുട്ടില്ല. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. താങ്ക് യു.